കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് പകല് മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ സഭായോഗത്തിൽ കടന്നു വന്ന് പങ്കെടുക്കുന്ന അനുഗ്രഹീതരായ എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വിരിക്കപ്പെട്ട ചിറകിൻ്റെ മറവിൽ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മെ വളരെ അത്ഭുതകരമായി പരിപാലിച്ചു. നമ്മുടെ ജോലിയിൽ, നമ്മുടെ യാത്രകളിൽ, നമ്മൾ ഇടപെട്ട എല്ലാ വിഷയങ്ങളിലും നമുക്കൊരു ദോഷവും വരാതെ നമ്മുടെ കർത്താവിൻ്റെ പരിപാലനമാണ്. നമുക്ക് വളരെ സന്തോഷത്തോടെ ഇന്ന് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങളെ ഒരുക്കിയത്. കാലവർഷം ശക്തി പ്രാപിച്ചു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കങ്ങളും ദുരിതങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ, ഇടങ്ങളിലൊക്കെ വെള്ളം കയറി. സ്തോത്രം. വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ആളുകൾക്ക് സംഭവിച്ചു. ചിലരൊക്കെ അനർത്ഥങ്ങളാൽ മരണപ്പെട്ടു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മെ പരിപാലിച്ചു. നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധി വരുവാൻ കർത്താവ് ഇടയാക്കി. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മുടെ ദൈവമക്കളിൽ പലർക്കും വന്നു ചേരുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ന് പകല് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രിയ ജോജു സാറ് ഇന്ന് നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ഒരു സന്ദേശം നൽകാൻ വേണ്ടി നമ്മൾ ക്ഷണിച്ചു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ഈ വിശുദ്ധ സഭായോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവ് നൽകുന്ന എല്ലാ അവസരങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നമ്മൾ വായിച്ചത് യൂദായുടെ ലേഖനമാണ്. നമ്മൾ വായിച്ചത് ഇതിനു മുമ്പ് ഈ ലേഖന ഭാഗം നമ്മൾ വായിക്കുകയും സ്തോത്രം ധ്യാനിക്കുവാനും കർത്താവ് നമുക്ക് കൃപ നൽകിയിട്ടുണ്ട്. സ്തോത്രം. നമുക്കറിയാം, വളരെ ചെറിയ ഒരു ലേഖനമാണ് യൂദായുടെ ലേഖനം. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വലിയ സന്ദേശമാണ് എഴുതിയിരിക്കുന്നത്. യൂദായുടെ ലേഖനം ചെറുതാണ്, പക്ഷെ പറഞ്ഞിരിക്കുന്ന സന്ദേശം എന്താണ്? വലിയ സന്ദേശമാണ് യൂദ എഴുതിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഈ ലേഖനം അവസാനിക്കുമ്പോൾ, സ്തോത്രം, അവസാന വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരാശംസ വാചകം പോലെ യൂദ പറഞ്ഞിരിക്കുകയാണ്: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് എന്ന ആശംസയോടെ ഈ ലേഖനം യൂദ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീഴാനുള്ള എല്ലാ സാധ്യതകളും നമുക്കുണ്ടായിരുന്നു. നമ്മളെ വീഴ്ത്താൻ ശ്രമിച്ച ഒത്തിരി ശക്തികളുണ്ട്. എന്നാൽ ഇന്നു പകൽ വീഴാതെ നിൽക്കുവാൻ കൃപ നൽകിയത് താങ്ങുന്ന ഒരു ദൈവമുള്ളത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം ഇന്ന് പകൽ ദൈവസന്നിധി പറഞ്ഞാട്ടെ. സദൃശവാക്യങ്ങളിൽ പറയുന്നത്, നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ എന്ത് ചെയ്യും? അവൻ തകർന്നു പോകുവന്നല്ല, അവൻ നശിച്ചു പോകുവന്നല്ല. നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുള്ളതോർത്ത് ഞാൻ നന്ദിയോടെ എന്റെ കർത്താവിന് ഇന്ന് പകല് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ലേഖനം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 3-ാമത്തെ വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ശ്രദ്ധിക്കണേ, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ ഞാൻ സകല പ്രയത്നവും ചെയ്തു. യൂദ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യൂദ പറയുകയാണ്, എനിക്കൊരു ലേഖനം എഴുതണമെന്ന് തോന്നി. അപ്പൊ ലേഖനം എഴുതണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഒരു വിഷയം എടുത്തു. എന്താ വിഷയം? പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എഴുതാൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സകല പ്രയത്നവും ചെയ്യുകയും. അടുത്ത കാര്യം എന്താണെന്നറിയോ? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, യൂദ എഴുതാൻ തീരുമാനിച്ചത് എന്താണ്? പൊതുവിലുള്ള രക്ഷ. പക്ഷെ പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ച വിഷയം ഏതാണ്? വിശ്വാസത്തിന് വേണ്ടി പോരാടുക. അപ്പൊ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഇവിടെ യൂദ പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എഴുതാൻ സകല പ്രയത്നവും കഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് യൂദായോട് പറഞ്ഞു, യൂദായെ
പൊതുവിലുള്ള രക്ഷയെ കുറിച്ചല്ല എഴുതേണ്ടത് വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നീ എഴുതണം. എനിക്കിവിടെ ഒരു വലിയൊരു സന്തോഷം എന്താണെന്നറിയാമോ? വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ലേഖനകർത്താക്കൾ എഴുതിയത് അവരുടെ മനസ്സിൽ തോന്നിച്ച കാര്യമല്ല, ദൈവത്തിന്റെ ആത്മാവ് നിയോഗം കൊടുത്തതാണെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവര് ആ കാര്യങ്ങളെ ഉയർത്തിയൊരു സ്തോത്രം ദൈവം പറഞ്ഞാട്ടെ. അപ്പം സ്തോത്രം. ദൈവം പറഞ്ഞു പൊതുവിലുള്ള രക്ഷയെ കുറിച്ചല്ല നീ എഴുതേണ്ടത്. നീ എഴുതേണ്ട കാര്യം എന്താണ്? വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്റെ കാര്യത്തെ കുറിച്ചാണ് നീ എഴുതേണ്ടത്. എന്താ കർത്താവ് പറയുന്നത്? സ്തോത്രം. യൂദായുടെ ലേഖനം വെളിപ്പാട് പുസ്തകത്തിന് തൊട്ടു മുമ്പ് സ്തോത്രം നിന്റെ ലേഖനം ചേർക്കേണ്ടതിന് യൂദായെ നീ എഴുതേണ്ടത് പൊതുവിലുള്ള രക്ഷയെ കുറിച്ചല്ല, വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ട കാര്യം എഴുതണം. ഇന്ന് പറഞ്ഞൊരു കാര്യം പറയാം. വിശുദ്ധ വേദ പുസ്തകത്തിലെ സകല എഴുത്തുകളും മനുഷ്യന്റെ ഇഷ്ടത്താൽ ഉണ്ടായതല്ല, മനുഷ്യന്റെ അഭിപ്രായമല്ല. സ്തോത്രം. കൃപയുള്ള ദൈവമക്കൾ നിയോഗം പ്രാപിച്ചെഴുതി തന്ന ഒരു പുസ്തകമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഇവിടെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. എന്താ അങ്ങനെ പറയാൻ കാര്യം? എന്താണ് ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞാൽ? അതിന്റെ നമുക്ക് കേൾക്കുമ്പോൾ നല്ല രസമൊക്കെ തോന്നും. ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം നമ്മെ ഭരമേൽപ്പിച്ച വിശ്വാസ സത്യങ്ങൾക്കു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിൽക്കണം. എന്താ വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് നിങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത എന്താണെന്നറിയാമോ? ദൈവം നമ്മെ ഭരമേൽപ്പിച്ച വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി മരണം വരെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാകുക എന്നതിനേക്കാൾ ഉപരി ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച വിശ്വാസ സത്യങ്ങളുണ്ട്. നമ്മുടെ കണ്ണടയുന്നിടം വരെ, കർത്താവിന്റെ വരവ് വരെ ദൈവം നമ്മെ ഭരമേൽപ്പിച്ച ഈ വിശ്വാസ സത്യത്തിന് വേണ്ടി ഞാൻ പോരാടുമെന്നുറപ്പുള്ളവര് ആ കരങ്ങളൊന്ന് ഉയർത്തി ഒരു സ്തോത്രം ദൈവസന്നിധിയിൽ പറഞ്ഞാട്ടെ. പിന്നെ ഇവിടെ പറയുന്നത് വിശ്വാസത്തിന് വേണ്ടി പോരാടണം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം പിടിക്കണം, പിടിച്ചുകൊള്ളണം. എന്തിനാ ഈ വിശ്വാസ സത്യത്തിന് വേണ്ടി പോരാടണം എന്ന് യൂദ പറയാൻ കാര്യം? അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: ഒരിക്കലായിട്ട്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചതാ. അതിന്റെ അർത്ഥം എന്നറിയാമോ? ഇതിന്റെ വള്ളിയും പുള്ളിയും മാറാൻ പാടില്ല, ഇതിനോട് കൂട്ടാൻ പാടില്ല, ഇതിനോട് കുറയ്ക്കാൻ പാടില്ല, ഇത് തെറ്റിക്കാൻ പാടില്ല. ഇതൊരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ടതാണെന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കാനായിട്ട് ഇന്ന് പകരം കഴിയും? ഇതൊരിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് മാറ്റം എന്ത് ചെയ്യത്തില്ല. കാലം മാറിയാലും 2000 വർഷം കഴിഞ്ഞാലും എത്ര പഴക്കം വന്നാലും ദൈവമക്കൾ ഓർക്കണം, ഈ പ്രമാണം ഉണ്ടല്ലോ, ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാകയാൽ ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ യൂദ പറയുന്നു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണോ. പൗലോസ് പറഞ്ഞതെന്നറിയാമോ? ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു. സ്തോത്രം. അവൻ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, എന്നോടുകൂടെ കഷ്ടം സഹിച്ച ഏവർക്കും തന്നെ. എന്താ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്? യൂദ പറഞ്ഞു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് യൂദ പറഞ്ഞെങ്കിൽ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ലവോർ പൊരുതു. എന്താ നല്ലവർ പൊരുതു എന്ന് പറഞ്ഞിരിക്കുന്നത്? പൗലോസിന്റെ പക്കൽ സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ച വിശ്വാസ പ്രമാണത്തിന് വേണ്ടി ഒരായുസ് മുഴുവൻ പോരാടിയ പൗലോസിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പോരാടണം. ഇനി അതിന്റെ അടുത്ത വാക്ക് എന്നറിയാവോ? നീതിയുടെ കിരീടം എനിക്കായി
വെച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പോരാടാൻ പറയാൻ കാര്യം, പോരാടിയില്ലെങ്കിൽ ഇത് നിത്യത വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു സ്തോത്രം ഇന്ന് പകൽ നിങ്ങൾക്ക് ദൈവസന്നിധി പറയാമോ? പൗലോസ് പറഞ്ഞ ഞാൻ മരണം വരെ പോരാടി, നല്ല പോർ പൊരുതു. എന്നിട്ട് പറയുക, പോരാട്ടം തീരാറായപ്പോ പറയുക, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ദൈവമക്കളെ, വിശ്വാസ ജീവിതം ലാഘവത്തോടെ കാണരുത്. ഉറക്കം തൂങ്ങിപ്പരുവത്തിൽ മുമ്പോട്ട് പോകേണ്ട കാര്യമല്ല. നമ്മുടെ നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആലോചന പറയുന്നു. ദൈവം നമ്മളെ ഏൽപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഇന്ന് പകൽ മുറുകെ പിടിക്കുന്നവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിത്യത നഷ്ടപ്പെടുമോ? നമുക്ക് ഒരു വാക്യം നിങ്ങൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ച 3:11 വായിച്ചാൽ 3:11. നിന്റെ കിരീടം വേറെ ആരും എടുക്കാതിരിപ്പാൻ എന്ത് ചെയ്യണം? നിനക്കുള്ളത് പിടിച്ചോണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നിനക്കുള്ള കിരീടം വേറെ ഒരുത്തനായി പോകാൻ എന്തുണ്ട്? ഒരു സ്വതന്ത്ര ദൈവസഭയിൽ പറഞ്ഞാൽ നിന്റെ കിരീടം വേറെ ആരും എടുക്കാതെ ഇരിപ്പാൻ നിനക്കുള്ളത് എന്ത് ചെയ്തോണം? പിടിച്ചോണം. അപ്പൊ ഒരു കാര്യം ഇന്ന് പോലെ ഓർത്തോണം, നമുക്ക് ദൈവത്തിന്റെ സ്റ്റോർ ഹൗസിനകത്ത് നമ്മുടെ പേരെഴുതി സീല് വെച്ച് ഒരു കിരീടം എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. നമുക്കത് അവകാശപ്പെടാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, പ്രൈസ് ദി ലോർഡ്, അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, നിനക്കുള്ളത് നീ പിടിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് മറ്റൊരുത്തനായി പോകാൻ സാധ്യതയുണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ബോധിച്ചതുപോലെ ഒരു ഞായറാഴ്ച ഒന്നൊരു കൈകൊട്ടി പാട്ടൊക്കെ പാടി സ്തോത്രം വീട്ടിൽ പോയാൽ ബൈബിളും വായിക്കുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിച്ചാൽ ഇന്നു പകൽ ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ കിരീടം മറ്റൊരുത്തനായി പോകാതെ ഇരിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകല് പറയുന്നു. നീ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. നിനക്കുള്ളത് നീ പിടിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒത്തിരി ആളുകൾ ബൈബിളിനകത്തുണ്ട്. നമുക്കെല്ലാം സുപരിചിതനാണ് യേശാവ്. യേശാവിന് എന്താ നഷ്ടപ്പെട്ടെന്നറിയാമോ? ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു. ജ്യേഷ്ഠാവകാശം. നമ്മൾ ഈ ജ്യേഷ്ഠാവകാശത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ പറയുന്നതെന്നറിയാമോ? ജ്യേഷ്ഠാവകാശത്തിന് ഇരട്ടി പങ്ക് ഓഹരി എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, അപ്പൻ വസ്തു വീതിക്കുമ്പോൾ അനിയന്മാർക്ക് കൊടുത്തതിനേക്കാൾ ഇരട്ടി ആർക്ക് കിട്ടും? യേശാവിന് കിട്ടും. അതാണ് പുള്ളിക്ക് എന്ത് ചെയ്യുന്നത്. പുള്ളിക്ക് അതൊന്നുമല്ല, അത് നഷ്ടപ്പെട്ടു, അത് ഓക്കെ. പക്ഷെ അതൊന്നുമല്ല പുള്ളിക്ക് നഷ്ടപ്പെട്ടത്. ജ്യേഷ്ഠാവകാശത്തിന്റെ വില എന്താണെന്ന്, അതിന്റെ മൂല്യം എന്താണെന്ന് യേശാവിന് പിടികിട്ടിയില്ല. എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വംശാവലി പട്ടിക എഴുതുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞ് മത്തായി വംശാവലി എഴുതുമ്പോൾ എഴുതേണ്ടത് എങ്ങനെയായിരുന്നു അറിയാമോ? അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് സ്തോത്രം ആരെ ജനിപ്പിച്ചു? യേശാവിനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞ് എഴുതേണ്ടതിന് പകരം അവിടെ എഴുതിയത് എന്താണെന്നറിയാമോ? എഴുതിയത് ഇങ്ങനെയാണ്: അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് ആരെ ജനിപ്പിച്ചു? യാക്കോബിനെ ജനിപ്പിച്ചു. അവിടെ എന്താ എഴുതി വെക്കേണ്ടത്? എന്തായിരുന്നു? ദൈവം ആഗ്രഹിച്ചത് എന്താണെന്നറിയാമോ? ആരുടെ പേര് പറഞ്ഞ ദൈവം ആഗ്രഹിച്ചതെന്നറിയാമോ? യേശാവിന്റെ പേര് നമ്മുടെ കർത്താവിന്റെ വംശാവലി പട്ടികയിൽ വരണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, യേശാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്: ഈ ജ്യേഷ്ഠാവകാശം എനിക്കെന്തിന്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് പറഞ്ഞൊരു കാര്യം പറയാം: നിത്യതയെ വില കുറച്ച് കാണരുത്. ലോകത്തിലേതിനേക്കാളും വിലയുള്ളത് നിത്യതയാണെന്ന് ഗ്രഹിക്കുന്നവരെ കരങ്ങളൊന്ന് ഉയർത്തി ഒരു സ്തോത്രം ഇന്ന് ദിവസത്തിൽ പറഞ്ഞാട്ടെ. ഇവിടുത്തെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയുണ്ടല്ലോ. യേശാവേ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു നേരത്തെ ജഡീക താല്പര്യത്തിന് വേണ്ടി നീ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്താണെന്നറിയാമോ?